യുകെയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത കണ്ണൂർ സ്വദേശി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്തത് കോടികളാണ്. 86 പേരാണ് ആലക്കോട് സ്വദേശി സൂരജിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി പരാതി നൽകിയിരിക്കുന്നത്. അഭിമുഖവും ഓഫർ ലെറ്ററും ഉൾപ്പെടെ വ്യാജമായി ഉണ്ടാക്കിയാണ് പ്രതി കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയത്. പരാതികൾ വന്നതോടെ പ്രതി ഒളിവിലാണെന്നാണ് സൂചന. തട്ടിപ്പ് കേസിലെ പ്രതി കണ്ണൂർ സ്വദേശി സൂരജിന്റെ ദൃശ്യങ്ങളാണിത്. കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്തുവെന്നാണ് സൂരജിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 86 പേർ ഇതിനോടകം തന്നെ സൂരജിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ഒരാളിൽ നിന്ന് വിസയ്ക്കായി തട്ടിയെടുത്തത്. അഭിമുഖത്തിൽ വിജയിച്ചതിനു ശേഷം മാത്രം പണം നൽകിയാൽ മതിയെന്ന വാഗ്ദാനവുമായാണ് സൂരജ് ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പിലേക്ക് ആകർഷിച്ചത്. എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം പണം മതി എന്നൊരു അട്രാക്ഷൻ ആയിരുന്നു അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത്. ദെൻ ഞങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വിദേശ വനിതയെ കൊണ്ട് ഇദ്ദേഹം ഇൻ്റർവ്യൂ എടുപ്പിച്ച് ഞങ്ങളെല്ലാം ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് UK ഞങ്ങൾക്ക് തന്നു. അത് തന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തുനിന്ന് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 7 ലക്ഷം മുതൽ 20 ലക്ഷം വരെ കൈപ്പറ്റിയവരുണ്ട്. മംഗലാപുരത്ത് UKN റീഗൽ അക്കാദമി എന്ന പേരിലായിരുന്നു സൂരജിന്റെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. വിദേശ പ്രതിനിധിയെ കൊണ്ട് അഭിമുഖം ഉൾപ്പെടെ നടത്തി. പാസ്സായവർക്ക് ഓഫറിംഗ് ലെറ്ററുകൾ അയച്ചു നൽകി. തുടർ നടപടികൾ മുടങ്ങിയപ്പോഴാണ് അഭിമുഖവും കിട്ടിയ ഇമെയിൽ സന്ദേശവും വ്യാജമാണെന്ന് പലരും തിരിച്ചറിഞ്ഞത്. ഇദ്ദേഹത്തോട് ബാക്കി പ്രോസസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള യാതൊരുവിധ മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതിൽ തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. പണം തിരികെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വളരെയധികം മോശമായ ഭാഷയിലോടാണ് ഞങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. അതിനുശേഷം ഈ COSന്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് UK ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലേക്കും ഏത് കെയർ ഹോമിലേക്കാണോ COS തന്നെ ആ കെയർ ഹോമുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഇടയായപ്പോൾ ആ കെയർ ഹോമുകാർ ഈ COS ഞങ്ങൾ ഇഷ്യൂ ചെയ്തതല്ല എന്ന് പറയുകയും ഉണ്ടായി. സോ അതിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായി ഈ COS എല്ലാം ഫേക്കാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്, ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൽകുകയായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതികൾ വന്നതോടെ പ്രതി വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. പണം തിരികെ ചോദിച്ചവർക്ക് സ്ഥാപനം മറ്റൊരാൾക്ക് വിറ്റിരുന്നുവെന്നും താൻ നിലവിൽ ഉടമയല്ലെന്നുമുള്ള വിശദീകരണമാണ് പ്രതി നൽകുന്നത്. 10.5 കോടിയോളം രൂപയാണ് നിലവിൽ പ്രതി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്തത്. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനും നടപടികൾ പൂർത്തിയാക്കുന്നതിനും സർക്കാർ ഇടപെടൽ വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.